ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നൊരു മോർണിംഗ് ബ്ലോഗാണ്, ഒരു കുഞ്ഞു ബ്ലോഗ്. ഇന്ന് പാത്തോസിന് മദ്രസ തുറക്കുന്ന ദിവസമാണ്. 7 മണിയാകുമ്പോഴേക്ക് മദ്രസ പോകണം. ഇവർക്ക് ആഴ്ചയിൽ 2 ദിവസം മദ്രസ ഉണ്ടാവും, ശനിയും ഞായറും. ഇപ്പോൾ 6 മണിയായി. 6 മണിക്ക് വിളിക്കാൻ തുടങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു 6:15 6:20 ആകുമ്പോഴേക്കെങ്കിലും എഴുന്നേക്കും. അങ്ങനെ ഒരു വിധം ഉരുട്ടി മറിച്ച് എഴുന്നേപ്പിച്ച് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ അവർക്ക് മുട്ട മസാല മതിയെന്ന് പറഞ്ഞിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങാത്തതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഒന്നെങ്കിൽ പഴം അല്ലെങ്കിൽ കോഴിമുട്ട, ഇത് തന്നെ ഇവിടെ ഉണ്ടാവാറുള്ളൂ. ശനി ഞായറും അല്ലാത്ത ദിവസങ്ങളിൽ 8 മണിക്കാണ് എണീക്കുക. അതുകൊണ്ടാണ് അവൾക്ക് ഈ ശനി ഞായറും രാവിലെ എഴുന്നേക്കാൻ മടിയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ബീഫ് കറി ഉണ്ടായിരുന്നു, അതാണ്. പിന്നെ ചായ ഞങ്ങൾ കുടിക്കാറില്ല, ഓർലിക്സ് ആണ്. എൻ്റെ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ എന്നും ഓർലിക്സ് തന്നെയാണ്. ഞാൻ ഇതുപോലെ പാൽപ്പാട മാറ്റി വെച്ചിട്ടാണ് ഓർലിക്സ് ആണെങ്കിലും ചായ ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും ഒക്കെ തന്നെ പാൽ ഉപയോഗിക്കുക. പിന്നെ ഈ പാൽപ്പാട കൊണ്ടാണ് ഞാൻ നെയ്യും ബട്ടറും ഒക്കെ ഉണ്ടാക്കുന്നത്. സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാലായതുകൊണ്ട് തന്നെ നല്ലോണം പാൽപ്പാട ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ പുട്ട് ചുടുന്ന സമയത്ത് തേങ്ങാപ്പാൽ കൊണ്ട് പുട്ട് കുഴച്ച് ചുട്ടിട്ടുണ്ടോ? എന്നാൽ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യൽ. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ് ആട്ടോ. ഫസ്റ്റ് ഡേ മദ്രസ അല്ലേ? എത്ര ക്ലാസ്സിലാണ്? 3ാം ക്ലാസ്സിൽ. വലിയ കുട്ടിയായി. ഇത് ചെമ്പോത്തിൻ്റെ ഇരുപത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ കാര്യം സാധിക്കുന്നു. ഫിദ പറഞ്ഞു, അവളോട് ഫിദ പറഞ്ഞാൽ ചെമ്പോത്തിൻ്റെ ഇരുപത്തിന് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ സാധിക്കും. മോളെ മദ്രസ് പറഞ്ഞേച്ചാറാണ് ഞാൻ പുട്ട് വയ്ക്കാൻ വന്നത്. നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചത്, അപ്പോൾ ചൂടൊന്നും അറിയും വേണമല്ലോ. ഇവിടെ പുട്ട് ചുട്ടുന്ന സമയത്ത് തേങ്ങ അരത്തൊന്നുമില്ല, തേങ്ങ കരക്ക് കയറ്റി വെക്കും, പുട്ട് മാത്രം തന്നെ. അപ്പോൾ ഈ തേങ്ങ നമ്മൾ കളയാണല്ലോ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ചണ്ടി കളഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ തേങ്ങയുടെ പാൽ ഫുള്ള് എടുത്തിട്ട് പുട്ട് കുഴച്ചിട്ടാണെങ്കിൽ ആ തേങ്ങാപ്പാലിൻ്റെ നല്ലൊരു ടേസ്റ്റ് പുട്ടിൽ ഉണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ അലിക്കുട്ടൻ എഴുന്നേറ്റിട്ടുണ്ട്. അവന് രാവിലെ പഴം പുഴുങ്ങിയതാണ് കൊടുക്കാറ്. അനുവിന് ഉച്ചയ്ക്ക് ശേഷമാണ് ട്യൂഷൻ, അതുകൊണ്ട് തന്നെ അവന് എഴുന്നേറ്റിട്ടില്ല. മോളെ മദ്രസയിലാക്കി ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോകും. ഒരു കൈ കൊണ്ട് ഞാൻ അലിക്കുട്ടന് പഴം കൊടുക്കുന്നുണ്ട്, ഒരു കയ്യിൽ അലിക്കുട്ടനും ഫോണാണ്. അപ്പം ഞാനിങ്ങനെ ഫ്രണ്ട് ക്യാമറ വെക്കുമ്പോൾ ഓന് ബാക്ക് ക്യാമറ ആക്കുന്നു, ഞാൻ ഫ്രണ്ട് ക്യാമറ ആക്കുന്നു, ഓന് ബാക്ക് ക്യാമറ ആക്കുന്നു. ആ ഒരു രംഗമാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കുഞ്ഞ് ബ്ലോഗ് ഇവിടെ അവസാനിച്ച്. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു